നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പ്രശംസിച്ച കോൺഗ്രസ് എംപി ശശി തരൂർ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നരേന്ദ്രമോദി സ്വീകരിച്ച നയത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് തരൂർ ഇത്തവണ രംഗത്ത് വന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയത്തിൽ മോദിയുടെ നിലപാട് ശരിയായിരുന്നു എന്നാണ് തരൂർ പറയുന്നത്. ഡൽഹിയിൽ റൈസിന ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു തരൂർ. രണ്ട് രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താൻ മോദിക്ക് കഴിഞ്ഞുവെന്നും മോദിയുടെ നയത്തെ താൻ എതിർത്തത് അബദ്ധമായെന്നും തരൂർ തന്റെ സംഭാഷണത്തിനിടെ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രജ്ഞയെ പുകഴ്ത്തി തരൂർ എം പി റഷ്യയ്ക്കും യുക്രൈനും ഒരേ സമയം സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും അഭിപ്രായപ്പെട്ടു. കൂടാതെ ലോക സമാധാനം സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്നും അദ്ദേഹം ആവർത്തിച്ചു. 2022 ഫെബ്രുവരിയിൽ നരേന്ദ്രമോദിയുടെ നയത്തെ താൻ പാർലമെന്റിൽ എതിർത്തിരുന്നു. UN ചാർട്ടറിന്റെ ലംഘനമായതിനാലാണ് താൻ യുക്രൈൻ വിഷയത്തിൽ നിലപാട് എതിർത്തത്. അതിർത്തി കടന്ന ഒരു രാജ്യത്തിന്റെ പരമാധികാരം ഇല്ലാതാക്കുന്ന ആക്രമണം നടത്തുന്ന റഷ്യയെ എതിർക്കണമെന്നായിരുന്നു തന്റെ നിലപാട്. ഒരു പക്ഷം ഏകപക്ഷീയമായാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടത്, അതിനാലാണ് അവരെ എതിർക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടത്. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നയമാണ് ശരിയെന്ന് തോന്നുന്നു. ഈ നയം മൂലമാണ് ഒരാഴ്ചക്കിടെ യുക്രൈൻ റഷ്യൻ പ്രസിഡന്റുമാരെ ആശ്ലേഷണം ചെയ്യാൻ മോദിക്ക് സാധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തരൂരിന്റെ പ്രശംസ BJP ഏറ്റെടുത്തിട്ടുണ്ട്. തരൂരിന്റെ നിലപാട് സാമൂഹിക മാധ്യമങ്ങളിൽ BJP പ്രചരണ ആയുധമാക്കിയിരിക്കുകയാണ്. തരൂരിനെ ടാഗ് ചെയ്ത് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ എക്സ് പ്ലാറ്റ്ഫോമിൽ അഭിനന്ദന കുറിപ്പുമിട്ടു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നയതന്ത്രത്തെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ പരാമർശം അഭിനന്ദനാർഹമാണെന്ന് K സുരേന്ദ്രൻ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. മറ്റ് കോൺഗ്രസുകാരിൽ നിന്നും വ്യത്യസ്തമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെ ശശി തരൂർ കാണുന്നത് സ്വാഗതാർഹമാണെന്നും K സുരേന്ദ്രൻ ആവർത്തിച്ചു. നേരത്തെയും നരേന്ദ്രമോദിയെ പിന്തുണച്ച് ശശി തരൂർ രംഗത്തെത്തിയിരുന്നു. US പ്രസിഡന്റ് ട്രംപുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയെ പിന്തുണച്ചും ശശി തരൂർ അന്ന് രംഗത്ത് വന്നു. ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് വെറുതെയാവില്ലെന്നും ശുഭമായതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുമായിരുന്നു തരൂർ വാർത്താ ഏജൻസിയോട് അന്ന് പ്രതികരിച്ചത്. അനധികൃത കുടിയേറ്റക്കാരുടെ കാലിൽ ചങ്ങലയുമിട്ട് അയക്കുന്നത് ശരിയല്ലെന്ന് മോദി കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടാകാമെന്നും തരൂർ അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. കേരളത്തിലും BJP ഇതിനെ ആയുധമാക്കുന്നുണ്ട്. ഇതോടെ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാൻ നടക്കുന്ന മോദിക്ക് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നില്ലെന്ന് കോൺഗ്രസ് നിരന്തരം പ്രചരിപ്പിക്കുമ്പോഴാണ് ശശി തരൂരിന്റെ ഇത്തരമൊരു പ്രഖ്യാപനം. വ്യവസായ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടത്തെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ ലേഖനം വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തരൂരിന്റെ പുതിയ നിലപാടും ഏറെ വിവാദമാകാനുള്ള സാധ്യതയുണ്ട്. മോദിയെ പുകഴ്ത്തുന്ന തരൂർ നിലപാടിനെതിരെ പാർട്ടിക്കുള്ളിൽ ശക്തമായ വിമർശനം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ശശി തരൂരിന്റെ നിലപാട് വലിയ രീതിയിൽ പ്രതിസന്ധിയാവുകയാണ് കോൺഗ്രസിന് തന്നെ. അതേസമയം യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കമൊക്കെ വിജയത്തിലേക്ക് കടക്കുന്ന സമയത്ത് കൂടിയാണ് ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി തരൂർ എത്തുന്നത്. എന്തായാലും കോൺഗ്രസുകാർ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും തരൂരിന്റെ കാര്യത്തിൽ വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുകയാണ്.